നമസ്കാരം. ഒരു നക്ഷത്രം ഒരു പരിഹാരം എന്ന പരിപാടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 14ാമത്തെ നക്ഷത്രമായ ചിത്തിരയെക്കുറിച്ചാണ്. രാശിചക്രത്തിലെ കന്നി രാശിയിലും തുലാം രാശിയിലുമായി ഈ നക്ഷത്രം വ്യാപിച്ചു കിടക്കുന്നു. ദേവശില്പിയായ വിശ്വകർമാവ് ആണ് ചിത്തിരയുടെ ദേവത. ഈ നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയാണ്. തിളങ്ങുന്ന രത്നമോ മുത്തോ ആണ് ഈ നക്ഷത്രത്തിന്റെ ചിഹ്നം. ചിത്തിര നക്ഷത്രക്കാരുടെ സ്വഭാവം നോക്കിയാൽ ഇവർ വളരെയധികം കാര്യശേഷിയുള്ളവരും കാണാൻ ആകർഷണീയതയുള്ളവരും ആയിരിക്കും. ആരെയും ആകർഷിക്കുന്ന സംസാരശൈലിയും നേതൃഗുണവും ഇവരുടെ പ്രത്യേകതയാണ്. എടുത്തുചാട്ടം കുറവാണെങ്കിലും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന ഇവർക്ക് കലകളിലും സാങ്കേതിക വിദ്യയിലും പ്രത്യേക താൽപ്പര്യമുണ്ടാകും. എന്നാൽ ചില സമയങ്ങളിൽ അമിതമായ ആത്മവിശ്വാസം കാണിക്കുന്നതും പെട്ടെന്ന് ദേഷ്യം വരുന്നതും ഇവരുടെ നെഗറ്റീവ് വശങ്ങളാണ്. ആരോഗ്യപരമായ കാര്യങ്ങൾ നോക്കിയാൽ ചിത്തിര നക്ഷത്രക്കാർക്ക് വൃക്ക സംബന്ധമായ അസുഖങ്ങൾ, ചർമ്മരോഗങ്ങൾ, അലർജി, രക്തസമ്മർദ്ദം എന്നിവ വരാൻ സാധ്യതയുണ്ട്. ഇവയ്ക്കുള്ള പരിഹാരമായി ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കുമാരസൂക്ത പുഷ്പാഞ്ജലി കഴിക്കുന്നതും ഉത്തമമാണ്. ഓം വിശ്വകർമ്മണേ നമഃ എന്ന മന്ത്രം ജപിക്കുന്നതും ചൊവ്വാഴ്ച വ്രതം എടുക്കുന്നതും ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. തൊഴിൽ മേഖലയിൽ ഇവർക്ക് ആർക്കിടെക്ചർ, ഫാഷൻ ഡിസൈനിംഗ്, എഞ്ചിനീയറിംഗ്, സൈന്യം, കലാരംഗം എന്നിവയിൽ തിളങ്ങാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ ഇവർ വിശ്വസ്തത പുലർത്തുന്നവരും കുടുംബത്തിനു വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധരും ആയിരിക്കും. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച പ്രമുഖ വ്യക്തികളെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വാനമ്പാടി KS ചിത്ര, തെലുങ്ക് സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവി, പ്രശസ്ത നടി ഡിംപിൾ കപാഡിയ, മറാത്ത സാമ്രാജ്യ സ്ഥാപകൻ ഛത്രപതി ശിവാജി മഹാരാജ് എന്നിവർ ഈ നക്ഷത്രത്തിന്റെ തിളക്കത്തിന് ഉദാഹരണങ്ങളാണ്. ചിത്തിര നക്ഷത്രത്തിന്റെ മൃഗം പെൺപുലിയും പക്ഷിക്കാക്കയും വൃക്ഷം കൂവളവുമാണ്. രാക്ഷസഗണത്തിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ രത്നമായ പവിഴമാണ് അണിയാൻ ഏറ്റവും അനുയോജ്യം. ചുവപ്പ്, വെള്ള എന്നിവയാണ് അനുകൂലമായ നിറങ്ങൾ. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു നക്ഷത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങളുമായി വീണ്ടും കാണാം.